കേരളത്തിലെ പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു അറ്റാക്ക്, ചെറിയ രീതിയിലുള്ള ഒരു അറ്റാക്കിനെ തുടർന്ന് പന്മന ഇടപ്പള്ളിക്കോട് എൻ്റെ സ്വന്തം നാട്ടിൽ നിന്നും ഞാൻ CHSC പോയി ഫസ്റ്റ് എയ്ഡ് ചെയ്യിച്ച് അവിടുന്ന് അതിനുശേഷം അവിടുത്തെ അസിസ്റ്റന്റ് സർജനായിരുന്ന ഡോക്ടർ അനുപമയുടെ നിർദ്ദേശപ്രകാരം കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോവുകയും എന്നാൽ അവിടുന്ന് ബ്ലഡ് പരിശോധിച്ചതിൻ്റെ ഫലമായിട്ട് അറ്റാക്കാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തതിനെ തുടർന്ന് 10 മിനിറ്റ് പോലും പാഴാക്കാനില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് എന്നെ ഇവിടുന്ന് പ്രൈവറ്റ് ആംബുലൻസ് വിളിച്ച് തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എന്നെ എത്തിച്ചത്. എന്നാൽ അന്ന് തന്നെ രാത്രി 1:45 എനിക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ ബുധനാഴ്ച എനിക്ക് എന്തുവാന് പറയാം, അതിൻ്റെ പേരെന്തൂടെ ആദ്യം ചെയ്യുന്നത്? അല്ല, അതിന് മുമ്പ് അതിനു മുമ്പ് എക്കോയും, ബുധനാഴ്ച വൈകിട്ട് എക്കോയും, വ്യാഴാഴ്ച വെളുപ്പിനെ 12:30 തന്നെ ആൻജിയോഗ്രാമിന് വിധേയമാക്കും എന്നുള്ള ഉറപ്പം പ്രകാരമാണ് എല്ലാ രീതിയിലുള്ള ബ്ലഡ് ടെസ്റ്റുകളും എല്ലാ രീതിയിലുള്ള ശാരീരിക കാര്യങ്ങളും ECGയിലൂടെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ നേരെ വിത്തനായനൊക്കെ എപ്പോഴും നാളെ ഈ ആൻജിയോഗ്രാം ചെയ്യുന്നവരുടെ ലിസ്റ്റ് ഹാളിൽ വന്ന് അറിയിച്ചപ്പോഴും എൻ്റെ പേര് മാത്രം അതിനകത്തില്ല. ഇതിനകത്ത് എന്ത് സംഭവിച്ചാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഈ സമയം മുതൽ എനിക്കെന്ത് ശാരീരികാവസ്ഥയും എനിക്കെന്ത് ജീവനപായം സംഭവിച്ചാൽ പോലും ഇതിൻ്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിൽപ്പെട്ട ഡോക്ടേഴ്സും ആ ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഹോസ്പിറ്റലിലെ മറ്റ് ജോലിക്കാരുമാണ്. ഞാൻ ഇതിലൂടെ ഉറപ്പ് നൽകുകയാണ്, ഒരു കാരണവശാൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ഒരാളെ പോലും വെറുതെ വിടാൻ നോക്കരുത്. പൊതുജനങ്ങളോട് എൻ്റെ തീർത്തും എൻ്റെ ഒരു പ്രാർത്ഥനയാണ്, എൻ്റെ ഒരു അപേക്ഷയും കൂടിയാണ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ യാതൊരു കാരണവശാലും ഇതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ഒരുത്തനെയും വെറുതെ വിടുക. അവനൊക്കെ കോടതിക്ക് മുന്നിൽ കൊണ്ടുവന്ന് അവനൊക്കെ തക്ക ശിക്ഷാവിധി എന്നെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് ഞാൻ വളരെ വിഷമത്തോട് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോഴും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുകയാണ് എൻ്റെ ഈ ആൻജിയോഗ്രാം മാറ്റി വെക്കുന്നതായിട്ടുള്ള രീതി മനസ്സിലായത്. എന്തിൻ്റെ പേരിലാണെന്ന് എനിക്കറിയത്തില്ല ആൻജിയോഗ്രാം എൻ്റെ ഡേറ്റ് മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി എന്തെങ്കിലും സംതിങ് പ്രശ്നമാണെങ്കിലും എനിക്കറിയത്തില്ല. എന്ത് തന്നെയാണെങ്കിലും ഞാനത് കൊടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ ഇതൊന്നും ആവശ്യപ്പെട്ടുകൊണ്ടാരും നമ്മളെ സമീപിച്ചില്ല. എങ്കിൽ തന്നെയും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദി ഹോസ്പിറ്റലും അതിൻ്റെ അധികൃതരാണെന്ന് ഞാൻ വ്യക്തമാക്കിക്കൊള്ളുന്നു.